പരിശുദ്ധാത്മാവേ നിറയുക നിത്യസഹായകനെ, അരുളുക എന്നിൽ തിരുവാക്യങ്ങൾ, അവികലമാകാൻ ജീവിതം. അണയുക പരിശുദ്ധാത്മാവേ നിറയുക നിത്യസഹായകനെ, അരുളുക എന്നിൽ തിരുവാക്യങ്ങൾ, അവികലമാകാൻ ജീവിതം. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, സുതരിൽ നിറഞ്ഞ സാക്ഷികളാക്കണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, സുതരിൽ നിറഞ്ഞ സാക്ഷികളാക്കണമേ. നിങ്ങൾക്കറിയാമോ, ജീവിക്കുന്ന ദൈവത്തെ ആശുപത്രിയുടെ 4 ചുവരുകൾക്കുള്ളിൽ ഞാൻ ദർശിച്ചു. കർത്താവായ ദൈവം ജീവിച്ചിരിക്കുന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്, നമ്മുടെ വാക്കുകളിലൂടെയാണ്. ആർക്ക് വേണമെങ്കിൽ ഈ സ്റ്റേജിൽ നിന്ന് ഘോരഘോരം പ്രസംഗിക്കാം, പക്ഷേ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്ന സ്നേഹമാണ്, പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്ന വചനമാണ് അർത്ഥപൂർണമായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കുറേ സംഭവങ്ങളാണ്. എല്ലാ സംഭവങ്ങളും നമുക്ക് പറയുവാനായിട്ടുള്ള സമയമില്ല. അങ്ങനെയുള്ള ചില സംഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പുരോഹിതനാകണമെന്നുള്ള തീരുമാനം ഞാൻ എടുത്തത്. ഞാൻ വീട്ടിലറിയിച്ചപ്പോൾ ഭയങ്കര ബഹളമായി. കാരണം എൻ്റെ വീട്ടിൽ എനിക്കൊരു ചേട്ടനുണ്ട്, പക്ഷേ ഒത്തിരി നാൾ മുമ്പ് വിദേശത്ത് പോയതാണ്. അദ്ദേഹം അവിടെ സെറ്റിൽഡാണ്. അതുകൊണ്ട് ഒരാളുള്ളത് പോലെയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിയതാണ്. വീട്ടിൽ ഞങ്ങൾ 6 മക്കളായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. മഴ പെയ്താൽ, ആദ്യകാലത്തൊക്കെ മഴ പെയ്താൽ വെള്ളമൊന്നും അധികം പുറത്തു പോകത്തില്ല. അമ്മ ഈ ചട്ടിയും കലമൊക്കെ ഇങ്ങനെ നിരത്തി വെക്കും അടുക്കളയിൽ. ഏന്നാ തൊള്ളി വീഴുന്നത് മാറിപ്പോല, തെന്നി വീഴുകയല്ലേ. അങ്ങനെ ജീവിക്കുന്ന സമയത്താണ്. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് എൻ്റെ വീടിൻ്റെ പുറകിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻറ്റിന പൊക്കിയപ്പോൾ അടുത്തുള്ള ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞു, ഇത് അയൽവാസി, ഒരു ദരിദ്രവാസി, അവൻ്റെ വീട്ടിൽ ആൻറ്റിന പൊക്കുന്നു. എനിക്കപ്പോൾ വാശിയായിരുന്നു, എങ്ങനെയെങ്കിലും പഠിക്കണം, എങ്ങനെയെങ്കിലും വലിയ നിലയിലാകണം, സ്ഥാനമാനങ്ങൾ നേടണം. അപ്പം അങ്ങനെ ഞാൻ ഒരു നാടക ട്രൂപ്പൊക്കെ എനിക്കുണ്ടായിരുന്നു. 5-6 സിനിമയിലൊക്കെ അഭിനയിച്ചു. ഇതുപോലുള്ള ട്രെയിനിങ്ങുകളിലൊക്കെ പോയി. നിങ്ങൾക്കറിയാമോ, 3 മാസം ഒരു കോച്ചിനെ വെച്ച് പാസ്സായ പിന്നെ ഞാൻ അതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായത്, സബ് ഇൻസ്പെക്ടറിൻ്റെ. അപ്പോൾ ഇന്ന് ഞാനൊരു DYSP-യിലാകും ഏറ്റവും കുറഞ്ഞത്. കാരണം എനിക്ക് അത്രമാത്രം ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു തീരുമാനമെടുത്തു, ഇതൊക്കെ ശാശ്വതമല്ല. കർത്താവിൻ്റെ മുമ്പിൽ എന്ത് ഡിഗ്രിയാ, കർത്താവിൻ്റെ മുമ്പിൽ എന്ത് പോലീസാ, എന്ത് ഇൻസ്പെക്ടറാ, ഒന്നുമല്ല. തീരുമാനമെടുത്ത് വീട്ടിലറിയിച്ചപ്പോഴാണ് പ്രശ്നമായത്. എൻ്റെ അപ്പനും അമ്മയ്ക്കും അച്ഛനാകാൻ പോകുന്നതിന് ഒരു താല്പര്യവുമില്ല. അവർക്ക് ഏറ്റവും എതിർപ്പുള്ള സംഗതിയാണ്. കാരണം എന്നാ, അവരുടെ ഹൃദയത്തിൽ അങ്ങനെയാ ചിന്തിച്ചിരുന്നതും പ്രവർത്തിച്ചിരുന്നതും. അപ്പം വീട്ടിലറിയിച്ചപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ പോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യും, നീ അച്ഛനാകാൻ പോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യും, എനിക്ക് വേറെ ആരുമില്ല ഞങ്ങളെ നോക്കാനാണ്. അപ്പം അതിന് ശേഷം എന്നാ പറ്റിയെന്നറിയാമോ, എൻ്റെ പെങ്ങന്മാരെല്ലാം പഠിച്ച് സ്വിറ്റ്സർലൻഡിലും ഓസ്ട്രേലിയയിലൊക്കെ പോയി. ആ ഭാഗത്ത് ഏറ്റവും ആദ്യമേ മാളിക പണിയുന്നത് ഞങ്ങളാണ്, ഏറ്റവും ആദ്യമേ വണ്ടി മേടിക്കുന്നത് ഞങ്ങളാണ്. നോക്കുക, ദൈവം ഉയർത്തി കഴിഞ്ഞപ്പോൾ, വലിയ നിലയിലായപ്പോഴാണ് എനിക്ക് അച്ഛനാകാൻ പോകാനുള്ള തീരുമാനം ദൈവം തരുന്നത്. ഇതെല്ലാം ഉപേക്ഷിച്ച് അച്ഛനാകാൻ പോകാനുള്ള തീരുമാനം പറഞ്ഞപ്പോൾ അവരൊന്ന് സന്തോഷിച്ചു വരുന്ന സമയത്താണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അമ്മ ഇങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ നാട്ടിലുള്ള എല്ലാവരും പറഞ്ഞു, ദേ സജി, നീ എടുക്കുന്ന തീരുമാനം പെശക, നിന്റെ അപ്പനും അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റി നീ സെമിനാരിൽ പോയാലും ചെയ്യുന്നത് എന്നതാ, ഇതൊക്കെ തന്നെയല്ലേ, നല്ല കാര്യങ്ങളല്ലേ. അപ്പോൾ ആളുകൾ എൻ്റെ കവലയിൽ ഇറങ്ങി ഞാൻ വീട്ടിലെത്തുമ്പോൾ 10 വീട്ടിൽ നിന്നെങ്കിലും ഇറങ്ങി എന്നെ അനാവശ്യം പറയും. അവൻ നടക്കുന്ന വേണ്ട, അവൻ്റെ പാവപ്പെട്ട മാതാപിതാക്കളെ ഉപയോഗിച്ചിട്ട് അവൻ എന്താ കാണിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ശരിക്കും ബുദ്ധിമുട്ടിയ അവസരങ്ങൾ. ഏത് വണ്ടി കണ്ടാലും എനിക്ക് വാങ്ങണമെന്നൊരു ശീലമുണ്ടായിരുന്നു. അന്ന് പുതിയ സ്പ്ലെൻഡറൊക്കെ ഇറങ്ങുന്ന സമയമാണ്. അന്ന് അത് വാങ്ങി മേടിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു ചിന്ത വരുന്നതും സെമിനാറിൽ ചേർന്ന് തീരുമാനിക്കുന്നതും.
അപ്പോൾ അതിനിടയിൽ എനിക്ക് ഒത്തിരി ഓഫറുകൾ വന്നു. എൻ്റെ പെങ്ങള് സ്വിറ്റ്സർലൻഡിലുണ്ടായിരുന്നു. അവൾ അങ്ങോട്ട് പോകുവാനായിട്ട് ഇവൻ്റെ ചിന്ത ഇതാണെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുവാൻ ഒരു വിസയൊക്കെ സംഘടിപ്പിച്ച് ഒരു പെണ്ണ് കാണിക്കലൊക്കെ നടന്നു. കാരണം പെണ്ണ് കെട്ടിയാലേ പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അന്നത്തെ കാലത്ത് 25 ലക്ഷവും കമ്പ്യൂട്ടറും മറ്റേ കാര്യങ്ങളെല്ലാം ആയിട്ട് കൊണ്ടുപോകാനുള്ള വിസ സഹിതം അവൾ എന്നെ വിലക്കെടുക്കുവാനായിട്ടുള്ള തീരുമാനമായി. ഞാൻ ചങ്ങനാശ്ശേരിയിൽ പോയി അന്തസ്സായിട്ടൊരു പെണ്ണ് കണ്ടു. നിങ്ങൾക്ക് ചിരിക്കാം, കണ്ട് ചിലവർക്ക് ഇപ്പോഴും നാണം. ഈ അമ്മാമ്മയ്ക്ക് ഇപ്പോഴും നാണമാണ്. ആ പെണ്ണ് കണ്ടു, അവൾ എന്നോട് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഞാനും ചോദിച്ചു, ഞാൻ തിരിച്ചു പോന്നു. സമാധാനമായോ? എന്നതിന് ശേഷം ഞാനെന്നറിയാമോ, അപ്പൊ വീട്ടിൽ തന്നെ 25 ലക്ഷം. അന്നത്തെ കാലത്ത് 25 ലക്ഷം എന്ന് ഞാൻ മനസ്സിലായോ എത്ര രൂപയാന്നുള്ളത്? മനസ്സിലായോ? മമ്മ ഇപ്പൊ കൈ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഈ പൈസയൊക്കെ കിട്ടാതാവുമ്പോ നമ്മുടെ അമ്മമാരൊക്കെ അല്ലേ, പാവങ്ങളല്ലേ, അവരൊക്കെ ചിന്തിക്കും കാര്യങ്ങൾ. അല്ലാണ്ട് അമ്മയെ കുറ്റം പറയുന്നൊന്നുമല്ല കേട്ടോ, അങ്ങനെയൊന്നും എടുക്കരുത്. കാരണം എല്ലാ അമ്മമാരും അങ്ങനെയല്ലേ, അല്ലേ? എല്ലാ അമ്മമാരും അങ്ങനെയാണ്. ആ മക്കളെ വളർത്തുമ്പോൾ പൊരുന്ന കോഴി ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഇവനെ കെട്ടിച്ചിട്ട് വേണം എനിക്ക് അവിടെ നന്നാക്കണം, ഇവിടെ അങ്ങനെ വീടൊക്കെ നന്നാക്കണം, എന്തെല്ലാം കാൽക്കുലേഷനാണ്. പക്ഷേ എനിക്ക് എൻ്റെ വിസായും എല്ലാം അന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും ദൈവം റെഡിയാക്കി തന്നു. പോകാനുള്ള വിസ റെഡിയായി, സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് കയറണം, അല്ല എനിക്ക് ഉണ്ടായിരുന്നൊരു ജോലി. അതായത് ദൈവം എന്നിൽ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു വില പേശുകയായിരുന്നു, ഞാൻ ഏത് എടുക്കുമെന്നുള്ളത്. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഏതെടുക്കുമെന്നുള്ളൊരു ബലപരീക്ഷണമായിരുന്നു. പക്ഷേ ഞാൻ തിരഞ്ഞെടുക്കുവാനായിട്ട് എനിക്ക് ഒന്ന് മാത്രമേ പ്രചോദനമായിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ പാവപ്പെട്ട പ്രായമുള്ള അപ്പനും അമ്മയും ഉപേക്ഷിച്ച് പോകണം, അവർക്ക് ആരുമില്ല എന്നുള്ള ചിന്ത. ഞാൻ വികാരിയച്ഛനെ അറിയിച്ചപ്പോൾ വികാരിയച്ഛന് പേടി. കാരണം ചെറിയ ഭയമുണ്ട്. കാരണം വീട്ടിൽ അറിയിച്ചു കഴിഞ്ഞാൽ അച്ഛനും അവിടെ ജീവിക്കേണ്ടതാണ്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, സജി ഒരു കാര്യം, ഞാൻ പോയി കഴിഞ്ഞ് നീ പൊക്കോ. അങ്ങനെ അച്ഛൻ തമാശയിലൂടെയാണ് പറഞ്ഞതെങ്കിലും വിഷമിച്ചാ പറഞ്ഞു. അതുകൊണ്ട് 3 വർഷം ഞാൻ സെമിനാരിയിൽ ചേരാൻ കാത്തിരുന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ വിസായും വന്നു, ജോലിയുടെയും വന്നു. ഇതൊക്കെ ആയിട്ട് ഞാൻ അച്ഛനൊക്കെ ചെന്നു. വികാരിയച്ഛനെ ചെന്നു, അച്ഛനൊരു തീരുമാനം പറയണം, എന്നെ സെമിനാരിൽ എടുക്കുമോ ഇല്ലയോ, അല്ല ഞാനിവിടെ കയറി പോകാൻ പോവാ. ഒരു കാര്യം, നീ റക്ടർ അച്ഛനെ കാണാൻ പോകും. ഞാൻ റക്ടർ അച്ഛൻ്റെ ഇതെല്ലാം ആയിട്ട് പോയി, പൈസയും കയ്യിലിരിപ്പുണ്ട് ഇത് കൊടുക്കാനുള്ള. അച്ഛനടുക്കെ ചെന്നു. അച്ഛൻ പറഞ്ഞു, എനിക്കൊരു തീരുമാനം പറയുന്നില്ല, നീ പിതാവിനടുക്കെ പോകുക. ഞാൻ പിതാവിനടുക്കെ ചെന്നു. പിതാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ഇറങ്ങിപ്പോരും, ഞാൻ നിന്നെ നോക്കിക്കോളാം, നീ ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടണ്ട. അപ്പൊ എന്തെനിക്ക് ചെയിൻ ഉണ്ടായിരുന്നു, മറ്റേ കാര്യങ്ങൾ അറിയാലോ, അടിപൊളിയായിട്ട് ജീവിക്കുന്നൊരു സമയമാണ്. മറ്റുള്ള കാര്യങ്ങൾ, ഒരു ഡ്രസ്സ് ഇട്ടാൽ മറ്റു ഡ്രസ്സ് പിന്നെ ഇടുകയില്ല. അതുപോലെ സിനിമ ആയിട്ട് ബന്ധം, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പടമൊക്കെ പിടിക്കണം, പ്രശസ്തനാകണം. കാരണം മനസ്സിൽ കിടക്കുന്നത് വാശിയാണ്. അപ്പൊ പിതാവ് കേട്ട് പറഞ്ഞു, 1998 ജൂൺ 1-ാം തീയതി എനിക്ക് സെമിനാരിൽ ചേരേണ്ടതാണ്. അന്ന് ചേരേണ്ട പിതാവ് പറഞ്ഞു, 1 മാസം നിനക്ക് എക്സ്ട്രാ തരികയാണ്, ജൂലൈ 1-ാം തീയതി വന്നാൽ മതി. അതുകൊണ്ട് ജൂലൈ 1-ാം തീയതി നീ തിരിച്ചു വന്നാൽ മതി, മറ്റുള്ളവരെ പോലെ വരണ്ട 1 മാസം. കാരണം എനിക്ക് ജോലി രാജിവെക്കണം, മറ്റുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കണം. അപ്പം ഞാൻ എൻ്റെ മുകളിലാണ് എൻ്റെ റൂം. അവിടെ എൻ്റെ ഓർണമെൻറ്റ്സ്, അതായത് മാലയും കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെയും പേരിൽ എഴുതി വെച്ചു, ബൈക്കെല്ലാം പൊതിഞ്ഞു വെച്ചു. അതിനുശേഷം വീട്ടിലപ്പോൾ എന്നെ പറഞ്ഞു, എങ്ങനെയെങ്കിലും പോകുന്നത് തടയാൻ കാത്തിരിക്കുക. അപ്പം ഞാൻ മുകളിൽ കൂടെ നോക്കിയപ്പോൾ അച്ചായൻ പുറത്തോട്ടം കണ്ട് ഇറങ്ങുന്നത് കണ്ടു. ഞാൻ ഉടനെ ഈ സമയമാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വികാരിയച്ഛനെ വിളിച്ചു, അച്ഛാ എന്നെ തടയാനായിട്ട് കാത്തിരിക്കുക താഴെ എല്ലാവരും, പോകുന്നത് തടയാനേ, സെമിനാരിൽ പോകുന്നത് തടയാൻ. അപ്പം ഞാൻ ബാഗും എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുക. അപ്പം അച്ഛൻ പറഞ്ഞു, ഇവിടെ നീ തളരരുത്, ഇവിടെ തളർന്നു കഴിഞ്ഞാൽ നീ വീഴും, നീ ഒരു തീരുമാനമെടുത്ത വ്യക്തിയാണ്, എല്ലാം ചിന്തിച്ചതിന് ശേഷമാണ് നീ തീരുമാനമെടുത്തത്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അന്ന് എനിക്കൊരു ഫോണൊക്കെ ഉണ്ടായിരുന്നു, ഞാനതിൽ വിളിച്ചു, ഒരു ഓട്ടോ വന്നു. ഞാൻ ബാഗൊക്കെ ആയിട്ട് സ്റ്റെയർ കേസ് ഇറങ്ങി വരുമ്പോൾ എൻ്റെ അമ്മ ഓടി വന്ന് എൻ്റെ ഷർട്ടൊക്കെ വലിച്ചു കയറി ബാഗൊക്കെ എടുത്ത് മാറ്റി വെല്ലുവായിൽ കരഞ്ഞു. ആളുകളെല്ലാം ഓടിക്കൂടി ഒരു കൊലപാതകി കയറി പോകുന്നത് പോലെ ഓട്ടോയെ ഒന്നുമില്ലാത്തവനായിട്ട് കീറിയ ഷർട്ടുമായിട്ട് ഞാൻ സെമിനാരിൽ കയറി ചെല്ലുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്തിനാ? ഈശോയ്ക്ക് വേണ്ടിയാ ഇറങ്ങി തിരിച്ചെന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ സെമിനാരിൽ ചെന്നപ്പോൾ കൊച്ചു പിള്ളേരാ, നിങ്ങൾ നോർത്ത് നോക്കി, കുഞ്ഞു പിള്ളേർ 10-ാം ക്ലാസ് കഴിഞ്ഞ് വരുന്ന മീശ മുളയ്ക്കാത്ത പിള്ളേർ, ഇത് അച്ചായം കയറി ചെന്നിരിക്കുക മീശയൊക്കെ വെച്ച്, അവർ തൊട്ട് നോക്കുക മീശയിലൊക്കെ. സെമിനാരിക്കാർ പിള്ളേരൊക്കെ ഇരുന്ന് ചിരിക്കുന്നു കേട്ടോ.
ആപ്പാടെ നമ്മൾ പിറ്റേ ദിവസം ഞാൻ അടുത്ത് ആദ്യമേ ചെയ്ത പരിപാടി മീശയൊക്കെ വടിച്ചു കളഞ്ഞു. എന്നിട്ട് നോക്കുക, ഞാൻ ഓർത്തു എൻ്റെ ജീവിതം അവിടെ മുതൽ അങ്ങ് സമാധാനത്തിലേക്കാവുകയെന്ന്. പക്ഷേ ഞാൻ അറിഞ്ഞു എരുതിയിൽ നിന്ന് വറതട്ടിയിലേക്ക്, അങ്ങനെ കണ്ടൊരു ചൊല്ലില്ലേ അമ്മാമ്മേ, ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. നോക്കുക, എൻ്റെ ജീവിതത്തിൽ അന്ന് വന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ടായി. ഡൈനിങ് ടേബിളിൽ സാധനങ്ങളൊക്കെ വിളമ്പി വെച്ചിട്ട് അമ്മ കഥ അടയ്ക്കാൻ സമ്മതിക്കുകയില്ല. ഉടനെ വീട്ടുകാരെല്ലാം കൂടെ ഓടി എൻ്റെ അടുക്കെ വന്നു, നീ തിരിച്ചു വരണം, അല്ലെങ്കിൽ നിൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ഇവിടെ അന്ന് ശരിക്കും തിരിച്ചു പോകണോ വേണ്ടയോ ഒരു തീരുമാനമെടുക്കാനായിട്ട് എടുത്തു പോകുന്നതാണെങ്കിലും അവിടെയൊക്കെ ദൈവം ശക്തി നൽകി പിടിച്ചു നിൽക്കുവാൻ, എന്തും തരണം ചെയ്യുവാൻ ശക്തി തന്നു. പിന്നീട് വന്നത് എൻ്റെ പെങ്ങടെ കൊച്ച്, മൂത്ത പെങ്ങടെ കൊച്ചുണ്ട്. അവൻ എന്നോട് ഭയങ്കര സ്നേഹമാണ്. അന്ന് 6 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. ഇവനും പെങ്ങളും കൂടെ വന്ന് സത്യാഗ്രഹം ഇരുന്നു സെമിനാരിക്ക് മുമ്പിൽ. ഇവൻ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ പോകത്തുള്ളൂ. പിന്നെ എൻ്റെ ജോലി സ്ഥലത്തു നിന്ന് ആളുകൾ വന്നു എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ. പക്ഷേ ഇവിടെയൊക്കെ ഞാൻ വിജയകരമായിട്ട് തരണം ചെയ്തു. ഞങ്ങൾക്ക് 1 വർഷം, നിങ്ങൾക്കറിയാമല്ലോ, 3 വർഷം 4 വർഷം തിയോളജി പഠിക്കണം, 2 വർഷം ഫിലോസഫി പഠിക്കണം, 1 വർഷം മൈനർ സെമിനാരി. ഈ മൈനർ സെമിനാരി കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. പിന്നീട് ഏറ്റവും വലിയ ദുരന്തം എന്നെ തേടിയെത്തുന്നത് എൻ്റെ അപ്പച്ചന് ഹാർട്ട് അറ്റാക്കാണെന്നും പറഞ്ഞ് കാരിത്താസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായെന്നും പറഞ്ഞുകൊണ്ട് സെമിനാരിൽ അറിയിച്ചു. രക്തച്ചൻ പറഞ്ഞു അത് ശരിയാണോ എന്ന് അറിയാനൊക്കത്തില്ല, കാരണം ഇവർ ഇത്രയൊക്കെ പ്രശ്നം ഒപ്പിച്ചല്ലേ, അതുകൊണ്ട് ശരിയാണോ എന്ന് അറിഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ പറഞ്ഞു, അച്ഛാ അങ്ങനെയൊന്നുമല്ല, അച്ഛനെ തന്നെ വിടണം, കാരണം അങ്ങനെയൊന്നും ആരും പറയുകയില്ലല്ലോ, എനിക്ക് കാണാം. ഉടനെ അച്ഛൻ പറഞ്ഞു അറിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അവസാനം എൻ്റെ വികാരിച്ച് വിളിച്ചു പറഞ്ഞു എത്രയും വേഗം ബ്രദറിനെ അയക്കണം, കാരണം അച്ഛൻ അവിടെ കിടക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ചെന്നപ്പോൾ എൻ്റെ പെങ്ങന്മാരെല്ലാം കൂടെ പറഞ്ഞു നീ തിരിച്ചു പോരാന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ അച്ചായൻ്റെ അടുക്കലോട്ട് ചെന്നു. അപ്പോൾ ഒത്തിരി പേരിങ്ങനെ ഡൈയിങ് സ്റ്റേജിലുള്ള പേഷ്യൻസ് കിടക്കുക. അപ്പോൾ ഞാൻ അച്ചായൻ്റെ കാലേ തൊട്ട് അച്ചായനും കരഞ്ഞു, ഞാനും കരഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും മിണ്ടാൻ പോയില്ല, കാരണം എന്തെങ്കിലും മിണ്ടി അച്ചായൻ പിന്നെയും കരയും. വീട്ടിൽ നിന്ന് ഞാൻ സെമിനാറിലെത്തി. സെമിനാറിലെത്തിയപ്പം സ്വിറ്റ്സർലൻഡിലുള്ള പെങ്ങൾ വണ്ടിയും പരിവാരങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുക എന്നെ കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞു ഞാൻ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു തന്നു. ഉടനെ അവൾക്ക് ദേഷ്യമായി. അവൾ വിളിച്ച് 5-6 സുഹൃത്തുക്കളൊക്കെ ഫോണിൽ കൂടി അങ്ങോട്ട് പറഞ്ഞു. അത് ഫോൺ എടുക്കുന്ന ഒരു പ്രായമുള്ള അച്ഛനാണ്. ഈ അച്ഛൻ പറഞ്ഞു ബിഷപ്പിനോട് എന്ന് കംപ്ലൈൻറ്റ് ചെയ്ത് സജിയുടെ പെങ്ങൾ എന്നെ തെറി വിളിച്ചു. അത്രയും നാൾ വരെ പിതാവ് എന്നെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കാമെന്ന്. ദേ 2 MA-കാരൻ സബ് ഇൻസ്പെക്ടർ ഒക്കെ സെമിനാരിൽ വന്നു പ്രസംഗിച്ചുകൊണ്ടൊക്കെ നടന്ന് എന്നെ 1 വർഷം കഴിഞ്ഞ് അടുത്ത കോഴ്സിലേക്ക് പോകണമല്ലോ. അതിന് എന്നപ്പോൾ പിതാവ് പറഞ്ഞു ഗെറ്റ് ഔട്ട് ഫ്രം മൈ റൂം, ഐ ഡോണ്ട് വാണ്ട് യു, എനിക്ക് നിന്നെ വേണ്ട. അദ്ദേഹം എന്നെ ഇറക്കി വിട്ടു. പിതാവ് എനിക്ക് ഭയങ്കര വിഷമമായി. ദൈവമേ ഇത്രയും വിഷമിച്ച് ഇത്രയും ബുദ്ധിമുട്ടി ഞാനിവിടെ വന്നിട്ട് ഇത് ഞാനിനി എങ്ങോട്ടാണ് തിരിച്ചു ചെല്ലുന്നത്? വീട്ടോട്ട് ചെല്ലാൻ പറ്റുമോ? 10 രൂപയ്ക്ക് പോലും ബുദ്ധിമുട്ടുന്ന സമയമാണ്. 6000 രൂപയോളം എനിക്ക് സാലറി ഉണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ചേരുന്നത്. അന്നത്തെ കാലത്ത് 10-12 വർഷം മുമ്പ് നല്ല സാലറിയാണത്. ആ 10 രൂപ ഒരു സോപ്പ് മേടിക്കാൻ കഴിഞ്ഞിട്ട് അവസാനം ഗത്യന്തരമില്ലാതെ ഞാൻ ഇതിലൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ ചോദിച്ചു, എടാ എൻ്റെ കൂട്ടുകാരനടുത്ത് താമസിക്കുന്നത്, ഞാൻ സെമിനാരിൽ നിന്ന് ഓടിച്ചെന്ന് അവനോട് പറഞ്ഞു എനിക്ക് 100 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവനോർത്തടാ ഇപ്പം ഇവന് കാശ് കൊടുത്താൽ പിന്നെയും വന്ന് ചോദിക്കും, കാരണം ഇപ്പോഴെങ്ങും അവനൊരു വരുമാനം ഉണ്ടാകുന്ന വിഷയമില്ല, വർഷങ്ങളോളം പഠിക്കുന്നത്. അവൻ എന്നോട് 100 രൂപ എടുത്തുകൊണ്ട് പറഞ്ഞ് ഇനി എന്നോട് ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാനത് തിരിച്ചു കൊടുത്തിട്ട് ഇന്ന് വേണ്ട പിന്നെ മതിയെന്ന് പറഞ്ഞു. ഞാനങ്ങ് പോന്നു. അപ്പോൾ പിതാവ് എന്നെ ഇറക്കി വിട്ട സമയത്ത് എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും അറിയത്തില്ല. ദൈവമേ എന്താ ചെയ്യുക? അവസാനം വീട്ടിൽ തിരിച്ചെത്തി, പള്ളിയിലെത്തി. പള്ളിയിൽ അപ്പോൾ അച്ഛൻ മാറി, മറ്റേ അച്ഛൻ മാറി, വേറൊരു അച്ഛൻ വന്നു. അച്ഛനോട് ഞാൻ കാര്യം പറഞ്ഞു. അച്ഛനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ആലപ്പുഴയിൽ സെൻറ്റ് ആൻ്റണീസിൻ്റെ ഒരു കോൺഗ്രിഗേഷൻ ഉണ്ട്, നമുക്ക് അവിടെ പോയി ചേരാം. ഞാൻ അവിടെ ചെന്നു ചേരാനായിട്ട് ഈ പള്ളിയുടെ മുറ്റം ഇറങ്ങിയപ്പോഴത്തേക്കും അച്ഛൻ എന്നെ കൈകൊട്ടി തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സജി നിനക്ക് ഫിലോസഫി എന്ന് പറയുന്ന പഠനത്തിന് ഫിലോസഫിക്ക് മദ്രാസിൽ പഠിക്കാനായിട്ട് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, നീ അവിടെ പോയി പഠിക്കും, പിതാവിനോടൊന്നും പറയാൻ പോകണം, പഠിച്ചു കഴിഞ്ഞ് വരുമ്പോഴല്ലേ അന്നേരം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അച്ഛൻ ബാഗൊക്കെ മേടിച്ചു തന്ന് ഞാൻ മദ്രാസിലേക്ക് വണ്ടി കയറി. അപ്പോൾ പിതാവ് പറഞ്ഞു അവൻ എന്നോട് പറയാതെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം. എന്നോട് അച്ഛന്മാർ ഫോൺ ചെയ്ത് പറയും എടാ ഇവിടെ ഭയങ്കര ബഹളമാണ്, മറ്റേ എഴുത്തിലൂടെയൊക്കെ പറയും. അങ്ങനെ എൻ്റെ ജീവിതം മദ്രാസിൽ ആരംഭിക്കുക. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം, അവിടെ അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തനം നടക്കുക. അന്ന് കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ CBCIയുടെ മീറ്റിംഗ് അന്ന് ഞങ്ങളുടെ സെമിനാരിൽ പൂനമല്ലി സെമിനാരി വെച്ച് സെക്രട്ടറി ഹാർട്ട് സെമിനാരിയിൽ വെച്ച് നടത്തുകയാണ്. അന്ന് ഇന്ത്യയിലുള്ള എല്ലാ ബിഷപ്പുമാരും വരും.
എല്ലാ ബിഷപ്പുമാരും വന്ന് ആ സെമിനാറിലാണ് താമസിക്കുന്നത്. അന്ന് ഞങ്ങളാണ് ഈ ബിഷപ്പുമാർക്ക് വേണ്ട സഹായമെല്ലാം ചെയ്തു കൊടുക്കുന്നത്. അവിടെ വെച്ച് ഞങ്ങളുടെ ബിഷപ്പിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയാണ്. ഓപ്പൺ ഹാർട്ട് സർജറി ആവശ്യമായിട്ട് വരികയാണ്. മദ്രാസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ പിതാവിനെ അഡ്മിറ്റ് ചെയ്തു. അന്ന് ഈ അച്ഛന്മാരൊന്നും നമുക്ക് രൂപതയിൽ നിന്ന് പോകാനായിട്ട് സാധിച്ചില്ല. കാരണം കുറച്ച് പേർക്കല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഓടിച്ചെന്നു. എനിക്ക് ബ്ലഡ് കൊടുക്കുന്ന സ്വഭാവം പണ്ടേ ഉള്ളതാണെന്ന് അറിയാമല്ലോ. അപ്പം ഞാൻ ബ്ലഡൊക്കെ കൊടുത്തു. അങ്ങനെ കുറേ പേരെ കൊണ്ടൊക്കെ കുടിപ്പിച്ചു. തിരിച്ചു പോരുന്നതിന് മുമ്പ് പിതാവ് എന്നെ സ്നേഹിച്ചത് സ്വന്തം മോനെ പോലെയാണ്. അതായത് എന്നോടുള്ള ദേഷ്യം മാറി സ്വന്തം മോനെ പോലെയായി സ്നേഹം. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റേതായിട്ടുള്ള വീക്ഷണഗതിയിലൂടെ നോക്കുമ്പോൾ അവിടെ പിതാവിനെ കൊണ്ടുവന്നതും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതും ഓപ്പൺ ഹാർട്ട് സർജറി വേണ്ടി വന്നതും എന്തിനാണ്? ഞാനും പിതാവുമായിട്ടുള്ള ബന്ധം നേരെയാക്കാൻ കർത്താവായ യേശു മിശിഹാ ശ്രമിച്ചതാണ്. നോക്കിയേ, ഞാനന്ന് മദ്രാസിൽ എന്നാൽ പോലും എനിക്ക് 10 രൂപയ്ക്ക് പോലും ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് മറ്റുള്ളവർ ചോദിക്കുക? പഠനകാര്യങ്ങളൊക്കെ നടക്കും. എന്നിട്ട് ഞാൻ മദ്രാസിലെ പാരീസ് എന്ന് പറയുന്ന സ്ട്രീറ്റിൽ പുസ്തകങ്ങൾ വിൽക്കും. എടാ, ഫർണിച്ചർ കാറ്റലോഗ് ബുക്ക്, ലിവിംഗ് റൂം, കിച്ചൺ, ഡൈനിങ് സെറ്റ്, അതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് 75 രൂപയാണ്. എനിക്കത് 25 രൂപയ്ക്ക് തരും. ഞാനത് 50 രൂപയ്ക്ക് വിൽക്കും. കാരണം ഞാൻ അവരോട് പറയും, അറിയാവുന്ന തമിഴിലൊക്കെ വെച്ച് കാച്ചും. സാർ, ഞാൻ ഇങ്ങ ഫെബിക്കോൾ കമ്മിന്ന് വരുന്നത് സാർ, എങ്കുമേ കിടയാതെ സാർ, ഇത് പാരുങ്ക സാർ, ഇത് 75 ഇത് പ്രിന്റ് വന്നിരിക്കുന്നത്, ഇത് റിഡക്ഷൻ പ്രൈസിൽ 50 രൂപയ്ക്ക് കൊടുക്കുന്നത് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കുപ്പിയിലിറക്കി ഒരു 10,000 രൂപയൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെയൊക്കെ കാലങ്ങൾ കടന്നു. 5 വർഷത്തേക്ക് ഞാൻ വീട്ടിൽ കയറിയില്ല. പ്രിയപ്പെട്ടവരെ നോക്കുക, ശരിക്കും ബുദ്ധിമുട്ടുകളിലൂടെയാണ് ദൈവം എന്നെ വഴി നടത്തിയത്. അങ്ങനെ 2005 ഡിസംബർ 30-ാം തീയതി എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ച് എന്നെ അൾത്താരയിലേക്ക് കുർബാന ചെല്ലുവാൻ യോഗ്യനാക്കി തീർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ നോക്കുക, അന്ന് മുതൽ ഇന്ന് വരെ ദൈവം ഈ സഹനത്തിന്, നിങ്ങൾക്കറിയാമോ, കർത്താവ് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ എനിക്ക് വേണ്ടി ഭൂമിയിൽ സാക്ഷ്യം വഹിച്ച എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അത് എന്നെ സംബന്ധിച്ച് വളരെ വളരെ അർത്ഥപൂർണമാണ്. കാരണം എന്താണെന്നറിയാമോ, എനിക്ക് ഇന്ന് വരെ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിച്ചാലോ, എവിടെയെങ്കിലും പോയി കുർബാന അർപ്പിച്ചാലോ, എന്തെങ്കിലും വേണ്ടി പ്രസംഗിച്ചാലോ, അവിടെയൊക്കെ ദൈവം അത്ഭുതകരമായ പ്രവർത്തികൾ ചെയ്യും, അത്ഭുതകരമായിട്ടുള്ള വിടുതൽ നൽകും. കാരണം എന്നിലൂടെ കർത്താവ് ഒത്തിരി ഒത്തിരി നന്മകൾ ചെയ്യുവാൻ ഞാനല്ല, എന്നിലൂടെ ഞാൻ ഒരു ഉപകരണം മാത്രമാണ്. അതായത് ദൈവത്തിന് വേണ്ടി ഞാൻ സാക്ഷ്യം വഹിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതാ ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുകയാണ്. ആ സ്നേഹം ഞാൻ തിരിച്ചറിയുക, ആ സന്തോഷത്തിൻ്റെ ആ മൂർധന്യത്തിലാണ് ഞാൻ. നിങ്ങൾക്കറിയാമോ, എൻ്റെ ഇടവക ഒരു പാവപ്പെട്ട ഇടവകയാണ്. അവിടെ ചെന്ന് ഞാൻ വെഞ്ചരിക്കാൻ ചെന്നപ്പോൾ ചെറ്റക്കുടില ഒരു മുറി മാത്രമേ ഉള്ളൂ. അതിൻ്റെ അടിയൊക്കെ ഇങ്ങനെ ഓല ദ്രവിച്ചിരിക്കുക. അവിടെ ഒരു പെൺകൊച്ചുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്ന മകള്. അവിടെ പുസ്തകം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. അപ്പം ഞാൻ ആ അമ്മയും മോനും മാത്രമേ ഉണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കിവിടെ വെഞ്ചരിക്കാൻ തോന്നുന്നില്ല. കാരണം ഞാൻ ആ വെഞ്ചരിച്ചാൽ വെള്ളം ഒഴിക്കുമ്പോൾ ആ പുസ്തകം ഒന്നുകൊണ്ട് നനയത്തല്ലേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, സഹോദരി, ഞാൻ പിന്നെ വന്ന് വെഞ്ചരിച്ചോളാം. കാരണം എൻ്റെ ജനങ്ങൾ എൻ്റെ സ്വന്തമാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അവരെ ഞാൻ സ്വന്തം പോലെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഇഷ്ടം പോലെ ദൈവം ഇടപെടുന്നുണ്ട്. അപ്പം ഞാൻ ആ സഹോദരിയോട് പറഞ്ഞപ്പോൾ ആ സഹോദരി ഓർത്ത് എന്നാണെന്നറിയാമോ, എനിക്ക് വലിയ പദവിയുള്ള ആളായിരിക്കും, അതുകൊണ്ട് വിഷമമായിട്ട് ഞങ്ങളുടെ ചെറ്റക്കുടിലിൽ വന്ന് വെഞ്ചരിക്കാനായിട്ട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഒരിക്കലുമല്ല സഹോദരി, ഞാൻ പിന്നെ വന്ന് വെഞ്ചരിച്ചോളാം. ഞാൻ വിഷമിച്ച് എൻ്റെ മേടെ വന്നിരുന്നു. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ, എനിക്ക് നല്ലൊരു വീട് ദൈവം നൽകിയിട്ടുണ്ട്. ഈ വീട്ടിലാണ് ഞാൻ കഴിയുന്നത്. എൻ്റെ ജനങ്ങൾ എൻ്റെ സ്വന്തമാണ്. അവർ കഴിയുന്നത് ഈ പാവപ്പെട്ട ചെറ്റക്കുടിയിലാണല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് സങ്കടമായി. ഞാൻ പ്രാർത്ഥിച്ചു കർത്താവിനോട്. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ജർമ്മൻകാരൻ എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, കുറേ നേരം സംസാരിച്ചു. പറഞ്ഞു, എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ പരിചയപ്പെട്ടു. എൻ്റെ പള്ളിയിൽ വന്നു. പള്ളി വന്നിട്ട് പറഞ്ഞു, ഇതാ അച്ഛാ, എനിക്കൊരു വീട് വെച്ച് കൊടുത്താൽ കൊള്ളാമെന്നുണ്ടെന്നു. അപ്പം ഞാൻ എടുത്ത വായിക്കും പറഞ്ഞു, എനിക്ക് ഒരു വീടായിട്ട് വേണ്ട, 4 വീട് വെച്ച് തരണം. അപ്പോൾ അയാൾ പറഞ്ഞു, അച്ഛൻ എൻ്റെ പൈസയൊന്നുമില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നിട്ട് അച്ഛനെ വിളിക്കാം. ഞാൻ പറഞ്ഞു, അവിടെ ചെന്ന് വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ വീടുകളൊന്നും പോയി കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെയുള്ള 3 വീടുകളും കൂടി എനിക്കുണ്ട്. ഞാൻ അവിടെ ചെന്ന് കാണിച്ചു ഇയാളെ. നോക്കുക, ഈ 3-4 വീടും ഒരുപോലെ ആയിരിക്കുന്നു, ചെറ്റക്കുടിലുകളാണ്. അപ്പോൾ എൻ്റെ ഇടമകൻ 4 ഓലപ്പര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മനുഷ്യൻ അവിടെ പോയിട്ട് എനിക്ക് 6 ലക്ഷം രൂപ അയച്ചു. എന്നിട്ട് ഞാനിപ്പോൾ ആളുകളെ സംഘടിപ്പിച്ച് 1.5 ലക്ഷത്തോളം മുടക്കി
ഏകദേശം 2 ലക്ഷം രൂപയോളം വരത്തക്ക രീതിയിൽ 4 വീട് ഒരേപോലെ 2 മുറി, അടുക്കള, തിണ്ണ എല്ലാം ആയിട്ട് അവിടെ പണിത് അതിൻ്റെ പാലുകാച്ചിൽ വന്ന് നിങ്ങളിവിടെ ഉദ്ഘാടനം ചെയ്ത പിതാവ് വന്ന് നിർവഹിച്ചതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അത്ഭുതകരമായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരിയുണ്ട്. നോക്കുക, എൻ്റെ പള്ളിയിൽ രാത്രി ആരാധനയുണ്ട്. അവിടെ രാത്രി ആരാധന എല്ലാ 2-ാം വെള്ളിയാഴ്ചയും രാത്രിയിൽ ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതാ 3 മണി രാത്രിയായപ്പോൾ ഡോക്ടർ സർട്ടിഫൈ ചെയ്ത, സംസാരിക്കുകയില്ലെന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്ത ഒരു കൊച്ച് എഴുന്നേറ്റ് നിന്ന് 6 വയസ്സുള്ള ആ സുന്ദരമായ ശബ്ദം ഉപയോഗിച്ച് സംസാരിക്കാൻ തുടങ്ങി. ആളുകളെല്ലാം കോരിത്തെരിച്ചു. ഇതാ നോക്കുക പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ ഇതൊക്കെ. ഒന്ന് നോക്കി, ആ കുഞ്ഞ് എഴുന്നേറ്റ് സ്തുതിച്ചപ്പോൾ അവരെല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു. ഉറക്കപ്പിച്ചായിട്ടിരുന്നവരെല്ലാവരും കരഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ ദൈവത്തെ വിളിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവർ നോക്കുക, ദൈവം നൽകുന്ന ഈ വലിയ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നെങ്കിൽ എനിക്കൊന്നുമില്ല, എൻ്റെ മുറിയിൽ ഒന്നുമില്ല, 5-6 ലോഹ മാത്രമേ ഉള്ളൂ. എനിക്കെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഐ ആം എ ബിഗ് സീറോ നൗ. ഞാനൊരു വട്ടപൂജ്യമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ എനിക്കെല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ, സന്തോഷമുണ്ട്. ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിച്ച കർത്താവ് അവിടെ ഇടപെടുന്നുണ്ട്. എന്തുമാത്രം നന്മ ചെയ്യാനുള്ള അവസരങ്ങളാണ് ദൈവം എനിക്ക് നൽകുന്നതെന്ന് അറിയാമോ? ഈ ഒരു സമയത്തിനുള്ളിൽ എനിക്കൊരു ഇടവക സ്വന്തമായിട്ട് പ്രഖ്യാപിക്കുവാൻ പോലുമുള്ള അവസരം ഈ കുറഞ്ഞ കാലയളവിൽ ദൈവം എനിക്ക് നൽകുന്നുണ്ടായി. നോക്കുക, എന്നെ ചിന്തയിലേക്ക് നയിച്ച 1-2 വചനങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. നോക്കുക, ഇതാണ് എന്നെ ഈ ദൈവികമായ ഇടപെടലിലേക്ക് നയിക്കുവാൻ പ്രേരകമായി തീർന്നത്. ദൈവത്തിൻ്റെ ഇടപെടലാണ്.